ആ, ഇനി ഗിരീഷിനൊന്നും പറയാനില്ലേ? ആ, പറയാനുണ്ട്. ഒരു ബന്ധു എന്ന നിലയിലല്ല, ഒരു മകനായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. ആരെ രക്ഷിക്കാനാണെങ്കിലും സ്വന്തം ജീവിതവും കുടുംബവും മറന്നിട്ട് സത്യം ഒളിപ്പിച്ചു വെക്കരുത് ഇനിയെങ്കിലും. തനുജയ്ക്ക് പെറ്റമ്മയും പോറ്റമ്മയും കിട്ടിയപ്പോ ഞങ്ങൾ മക്കൾക്ക് കുറച്ചു കാലത്തേക്കെങ്കിലും നഷ്ടപ്പെട്ടത് ഈ അച്ഛന്റെ സ്നേഹമാണ്. ഗിരിഷേട്ടാ, അച്ഛന്ന് വിശ്രമിക്കട്ടെ. എനിക്കും പറയാനുണ്ട് ഒരുപാട്. നിന്നെ തല്ലിക്കളയൊന്നുമില്ലല്ലോ. എല്ലാവരും എനിക്ക് വേണ്ടി ഒരുപാട് അനുഭവിച്ചു. കുടുംബത്തിന്റെ ഒരു ബലം മനസ്സിലാക്കി തന്നു ഈ തടവുകാലം. മറ്റു ബന്ധുക്കൾ അകന്നു മാറി നിന്നെന്ന് എനിക്ക് മനസ്സിലായി. സഹപ്രവർത്തകരും വിട്ടുനിന്നു. കൂടെ നിന്ന പ്രസ്ഥാനം പോലും കണ്ടില്ലാന്ന് നടിച്ചു. കൊലപാതകയെ ചുമന്നിട്ട് പാർട്ടിക്ക് ചീത്തപ്പേര് കിട്ടണ്ടല്ലോ. പക്ഷേ ആരൊക്കെ കൈവിട്ടാലും ലോകം മുഴുവൻ എതിർത്താലും കുടുംബം കൂടെ ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ടാന്ന് എനിക്ക് മനസ്സിലായി. ഇനി പിന്നെ സാറ് വിശ്രമിക്കുക, ഞാനങ്ങോട്ട് ഇറങ്ങാം. ഇനിയിപ്പോ സന്തോഷമൊക്കെ വീട്ടിൽ ചെന്ന് പറയട്ടെ. ഞാൻ അവരെയും കൂട്ടി ഉടനെ തന്നെ ഇങ്ങോട്ട് വരാം. എന്നാ ശരി. എന്ത് ശരിയെന്ന്? അപ്പൊ ഞാൻ വെച്ച ഭക്ഷണമൊക്കെ ആര് കഴിക്കും? രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ വിടുന്നുള്ളൂ. അല്ല, രാധികയുടെ ഒക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. കഴിച്ചിട്ട് പോവാച്ചാ. ഓഹോ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. സാറെന്നാ വിശ്രമിക്കുക. മക്കളെ വന്നേ, വാ അങ്ങോട്ട് വാ. നമുക്ക് അങ്ങോട്ടിരിക്കാം. ഇരിക്കച്ച. പിന്നെ വേറെന്താ മാധവ വാർത്തകൾ? ഒന്നുമില്ല സാർ, ഇതൊക്കെ തന്നെയല്ലേ സന്തോഷ വാർത്ത. അച്ഛാ, ആ കാട്ടൂര് വക്കീലെന്ന് വിളിക്കട്ടെ. വേണം. നമുക്ക് അദ്ദേഹത്തെ അവിടെ പോയി കാണാമായിരുന്നു. ഇന്നിങ്ങോട്ട് വരാന്ന് വക്കീലിനെ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. ഓ ഓ, എന്തായാലും ഈ കാട്ടൂരാണ്ട് പുലി തന്നെയല്ലേ. ഹലോ മാഡം. അഭിനന്ദനങ്ങൾ ദേവിക. ഞാൻ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക. കേസ് ജയിച്ചു അല്ലേ? അതെ മാഡം, അച്ഛനും ഹസ്ബൻഡും ഇപ്പൊ എത്തി. ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാരും സന്തോഷത്തിലാ. തിരിച്ചു വരുമെന്നൊക്കെ പറയില്ലേ മാഡം? അങ്ങനെ ചന്ദ്രത്ത് കുടുംബം തിരിച്ചു വന്നിരിക്കുക. മാഡം നോക്കിക്കോ, ചന്ദ്രത്ത് കുടുംബത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും. ഗുഡ് ഗുഡ്. ദേവികയുടെ മദർ ഇൻ ലോ പ്രഭാവതി എന്നല്ലേ പേര്? സന്തോഷത്തിലായിരിക്കും അല്ലേ? അത് പിന്നെ പറയണോ മാഡം? അമ്മ സത്യം പറഞ്ഞ ഉറങ്ങിയിട്ടില്ല ഇത്രയും നാളും. ഇന്നിപ്പോ ഒരു ലക്ഷ്യം സാധിച്ച സന്തോഷത്തിലാ. കമ്പനി ആസ്തികളും തിരിച്ചു കിട്ടും മാഡം. ഞങ്ങളുടെ ചന്ദ്രോത്ത് വീടിന്റെ ജപ്തിയും മാറിക്കിട്ടും. സത്യമേ ജയിക്കുള്ളൂന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞങ്ങളെ ഇല്ലാതാക്കാൻ ആ ത്യാഗരാജൻ ഏതൊക്കെ വിധത്തിൽ നോക്കിയെന്നറിയോ മാഡം? അയാളല്ല, അയാൾക്ക് പിറകിൽ ആരോ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്, അതുറപ്പാ. പക്ഷെ എല്ലാരും തോറ്റുപോയി. ഹലോ മാഡം. ഞാൻ ദേവിക പറയുന്നത് കേൾക്കുകയായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ മാഡം? നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടാൻ പോകുന്നു. കമ്പനി കാര്യങ്ങളും അടക്കി കിട്ടും.
പഴയ പൊസിഷനിലേക്ക് വരുമ്പോ ദേവിക ഇവിടുത്തെ ജോലി അവസാനിപ്പിക്കോ? ഒരിക്കലും ഇല്ല മാഡം. എന്നെ വിശ്വസിച്ച് ഒരു ജോലി തന്നിട്ട് വേറൊരു നേട്ടം വരുമ്പോ പെട്ടെന്ന് ഇട്ടിട്ട് പോവില്ല. അതുമല്ല, കരാറും ഉണ്ടല്ലോ. ആ, അതറിഞ്ഞാ മതി. ആ, ഋഷി വിളിക്കുന്നുണ്ടല്ലോ മാഡം. ആ അതെ ദേവിക, ഞാൻ എന്നാ ഋഷിയെ ചെന്ന് നോക്കട്ടെ. ശരി മാഡം. ശരി. ദേവിക, ആ വരുന്നു. എന്താ ഋഷിമനെ? എന്താടാ? ദേവികയാണോ? ദേവിക നമ്മുടെ വീട്ടിലെ ആരും അല്ലല്ലോ. സ്റ്റാഫല്ലേ? അമ്മയുടെ സ്റ്റാഫ്. ജോലി കഴിഞ്ഞ വീട്ടിൽ പോവില്ലേ? മോൻ ഇങ്ങനെയായി അമ്മ എന്ത് ചെയ്യും? നാളെ അവള് വരും. ഇങ്ങനെ ഉറങ്ങാതെ കിടന്ന അവളെ കാണാൻ പറ്റില്ല. ഈ രാത്രി മാറി നാളെ നേരം വെളുക്കുമ്പോ ദേവിക വരില്ലേ? അപ്പൊ കാണാലോ. കണ്ണടച്ച് കിടന്നുറങ്ങ. അങ്ങനെ ഉറങ്ങിയാലേ നേരം വെളുക്കൂ. മോൻ ഉറങ്ങിക്കേ. ആ അമ്മേ, ദേ അച്ഛൻ വന്നു. വരുന്നു. ആ മോളെ. അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുവായിരുന്നു ഞാനും അമ്മേ. അവിടെ എല്ലാരും ഉണ്ടായിരുന്നു അച്ഛാ? ആ, കുടുംബക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. എത്രയോ കാലത്തിന് ശേഷം ഉണ്ടായ ഒത്തുചേരലല്ലേ? ഞങ്ങൾ ചോദിച്ചു അവിടെ ഉള്ളവര്. പിന്നെ എല്ലാവരെയും ചോദിച്ചു. സാവകാശം അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ആ മാധവേട്ട, നമുക്ക് 1-2 അമ്പലങ്ങളിൽ പോണം. ചില നേർച്ചകൾ നടത്താനുണ്ട്. എല്ലാം മംഗളായിട്ട് അവസാനിച്ച പൂജകളും അർച്ചനകളൊക്കെ ചെയ്യാന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. ആ, അമ്പലത്തിൽ പോണം. അതിനു മുമ്പ് ആ കാട്ടൂരമ്പൊക്കെ എന്നെ വിളിച്ചൊന്ന് നന്ദി പറയണം. ഹോ, അയാളുടെ ബുദ്ധി സാമർഥ്യ ചന്ദ്രത്തിന് രക്ഷയായത്. കാട്ടൂരൻ സാറിനെ പോലെയുള്ളവര് ഒരു അതിശയം തന്നെയാ. കഴുത്തെടുത്ത് ഫീസും വാങ്ങില്ല, കൃത്യമായിട്ട് കേസ് പറയുകയും ചെയ്യും. അല്ല, എന്നായിരിക്കും അച്ഛാ അവര് ചന്ദ്രത്ത് പോകുന്നേ? ബാങ്കിലെ നടപടികളൊക്കെ പൂർത്തിയാവണ്ടേ? ജപ്തിയുടെ കാര്യങ്ങളൊക്കെ കഴിയണം. കേസ് അനുകൂലമായ സ്ഥിതിക്ക് ഇനി ത്യാഗരാജനൊന്നും അതിൽ ഇടപെടാൻ പറ്റില്ലായിരിക്കും അല്ലേ? ഇനിയെല്ലാം ചന്ദ്രോത്തുകാർക്കുള്ളതാ. വിധിയിലെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. എന്നാലും ആ ത്യാഗരാജനെ പേടിക്കണം. ആരെ കൊല്ലാനും എന്തും ചെയ്യാനും മടിക്കാത്തവനാ. എന്തോ ഒന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടാവും, അതുറപ്പാ. നേരാ, അവനൊരു വിഷസർപ്പ. കേസിൽ തോറ്റ് നൊന്തു പോയിരിക്കുക. അവസരം കാത്തു പതുങ്ങിയിരിക്കും. സൂക്ഷിക്കുക തന്നെ വേണം.
സിദ്ധു, ആ കുറേ നേരം ആയല്ലോ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. സത്യം പറഞ്ഞ ലോകത്തിനും ചുറ്റുപാടിനും ഒക്കെ ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഇന്നിപ്പോ മരത്തിനും കാറ്റിനും കിളികൾക്കും അങ്ങനെ എല്ലാത്തിനും ഒരു പ്രത്യേക ചന്തം. റോട്ടി കപ്പട ഓർ മഖാൻ എന്നാണല്ലോ പറയുന്നേ. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ആഹാരം, വസ്ത്രം, താമസ സ്ഥലം. പക്ഷെ ജയിലിൽ കിടന്നപ്പോഴാ മനസ്സിലായത് ഏറ്റവും പ്രധാനം സ്വാതന്ത്ര്യമാണെന്ന്. ആഹാരവും വസ്ത്രവും താമസ സ്ഥലവും ജയിലിലുണ്ടായിരുന്നു. കാശ് പോലും കൊടുക്കണ്ട. ഇത് മൂന്നും ഇല്ലെങ്കിലും സ്വാതന്ത്ര്യം കിട്ടാനാണ് ഞാൻ പ്രാർത്ഥിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ സുഖം ഒരു വല്ലാത്ത സുഖ. എന്തായാലും നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നല്ലോ. പഴയതൊന്നും ഇനി ആലോചിക്കണ്ട. പഴയതൊന്നുകൂടി ആലോചിച്ചാലേ പുതിയതിന്റെ സുഖം മനസ്സിലാവും. ഗുഡ് മോർണിംഗ് അച്ഛാ. ആ ഗുഡ് മോർണിംഗ്. അച്ഛനും അമ്മ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? കാലത്ത് റൊമാൻറ്റിക്കാ? ഒന്ന് പോടാ അവിടുന്ന്. ഇതുവരെ അകത്ത് കിടന്നതല്ലേ, ഇനിയൊന്ന് പുറത്തിരിക്കട്ടെ. അച്ഛൻ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക. ഞങ്ങൾക്ക് പോവാൻ സമയമായി. ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛാ. ശരി മോളെ. മക്കളെ, കമ്പനി പൂർണ്ണമായി തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ ചുമതലകൾ ഏറ്റെടുക്കണം. അല്ല, അതിനെ കുറിച്ച് സമയം എടുക്കില്ലേ അച്ഛാ? ആ അതെ, എന്നാലും നമ്മൾ തയ്യാറെടുപ്പുകൾ തുടങ്ങണം. ഞാൻ കാരണം നിങ്ങൾ കുറെ അലയേണ്ടി വരുന്നു അല്ലേ? അച്ഛൻ കാരണം ഞങ്ങൾ ജോലിക്കാരായി, അങ്ങനെ വേണം പറയാൻ. ജോലി ചെയ്യുന്നതിൽ സുഖമുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലാവുന്നേ. ശരി ശരി, നിങ്ങൾ പോയിട്ട് വാ. ശരി അച്ഛാ. അല്ല, അച്ഛൻ ഇവിടെ ഇങ്ങനെ അടച്ചുകൂടി ഇരിക്കണമെന്നില്ല. ജനസേവനത്തിന് ഇറങ്ങാം. അടുത്ത MLA മന്ത്രിയൊക്കെ ആവണ്ടേ? അതൊക്കെ പിന്നീട് ആലോചിക്കാം. മന്ത്രിയാവണോ നല്ലൊരു അച്ഛനാവണോ എന്നൊക്കെ. ആ, അത് കൊള്ളാം. ഇപ്പൊ നല്ല അച്ഛനല്ലേ? ആ കൊള്ളാം, ഉപദേശിക്കാൻ പറ്റിയ ആളാ. നീ വന്ന് വണ്ടി കയറി ദേവി. ശരി അച്ഛാ. അമ്മ ശരി. കേറ്. ശരി എന്നാ. ആകെ സന്തോഷമുള്ള കാഴ്ചകളാ. സത്യം, ദേവി എനിക്ക് മനസ്സിലാക്കാൻ ഇത്രയും സമയമെടുത്തു എന്നതാ എന്റെ വിഷമം. മറ്റുള്ളവർക്ക് തന്നെ മനസ്സിലാക്കാനും അതെ. തന്റെ ഉള്ളില് ഇത്രയും നല്ലൊരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് പലരും ഇപ്പോഴാ മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ഇത് ശരിയാവില്ല മാഡം. എന്താ? ഞാൻ കൊടുത്തിട്ട് ഋഷിമോൻ ഭക്ഷണം കഴിക്കുന്നില്ല. ലീ ലീ എന്ന് പറഞ്ഞോണ്ട് നിർബന്ധം പിടിക്കുക. ഇന്നെന്തായാലും ഭാഗ്യത്തിന് തട്ടി എറിഞ്ഞില്ല. ഞാൻ കൊടുത്ത മരുന്നും കഴിക്കുന്നില്ല. ഋഷിമോനെ മരുന്ന് കഴിക്ക് കുട്ടാന്ന് പറഞ്ഞ് നീട്ടിയ ഉടൻ ലീ 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 എന്ന് പറയുന്ന ദേവികയല്ലേ? അതെ. ഇപ്പൊ എന്തിനും ഏതിനും ലീ മതി. പറഞ്ഞു തീർന്നില്ല, ലീവ് വന്നല്ലോ. 100 ആയുസ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. മാഡം, ഞങ്ങൾ കേസ് ജയിച്ചതിന്റെ സന്തോഷത്തിന്. മാഡം, ജിൻസി എടുക്ക്. ആരെയാണ് തോൽപ്പിക്കാൻ ഉദ്ദേശിച്ചത്? അവരുടെ വിജയം ഞാനും ആഘോഷിക്കുന്നു. കഴിക്കും മാഡം. ദേവികയുടെ മദർ ഇൻ ലോന് സന്തോഷമായി കാണും അല്ലേ? ഉവ്വ് മാഡം, അമ്മയ്ക്ക് ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ത്യാഗരാജനും കൂട്ടരും എല്ലാ രീതിയിലും നോക്കി. ത്യാഗരാജനല്ല മാഡം,
അയാൾക്ക് പിന്നിൽ ആരും ഉണ്ട് സപ്പോർട്ടിന്. അവരുടെ സപ്പോർട്ട് കൊണ്ട് അയാൾ ഒരുപാട് കളിച്ചു. പക്ഷേ സത്യം ജയിച്ചു മാഡം. മതി, നിർത്ത്. മാഡം, ഈ കോടതി കേസ് എന്നൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് വല്ലാത്ത ടെൻഷനാ. മാഡം, ഋഷിമോൻ ബഹളം തുടങ്ങി. ദേവിക, കൂടെ വരൂ. ജിൻസി കൊടുത്തിട്ട് ഋഷി ഭക്ഷണം കഴിക്കുന്നില്ല. ആ, അല്ല മാഡം, വർക്ക് പെൻഡിങ്ങാ. അത് സാരല്ല, ദേവിക വരൂ. ചെല്ല് ചെല്ല്, ലീ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്ക. ലീ, ചെല്ല്. ഋഷി, ലീ വന്നു. ദാ മോനെ നോക്കി ഇവിടെ ഇരുന്ന കാരണം ദേവികയ്ക്ക്, അല്ല ലീക്ക് കുറച്ച് വിഷമങ്ങളുണ്ടായി ഇന്നലെ. ഇല്ല, സാരമില്ല. ഋഷി വിഷമിക്കണ്ട. അതെ, ജിൻസി ചേച്ചി ഭക്ഷണം കൊണ്ടുവന്ന് തന്നിട്ട് മോൻ കഴിക്കാത്ത എന്താ? നമുക്ക് ഭക്ഷണം കഴിക്കാം. അമ്മ തരാം. മോൻ കഴിച്ചേ. ആ, ഋഷി മോനെ കഴിക്കടാ. ആ, ദേവിക തന്നെ കൊടുക്കണമെന്ന് അവൻ പറയുന്നേ. ദേവികയുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. ഓഫീസ് ജോലിക്ക് വന്ന ആളിനെ വീട്ടുകാര്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നു. എന്റെ സ്ഥാനത്ത് ദേവിക വരുമ്പോഴേ എന്റെ വിഷമങ്ങൾ മനസ്സിലാവും. ഞാൻ കൊടുക്കാം.
ചെയ്യുന്നത് ശരിയായ കാര്യമാണോ? ഒരു ചെറുപ്പക്കാരന് ഭക്ഷണമൊക്കെ കൊടുക്കുക, പരിചരിക്കുക. അനിയനെ പോലെ ആണെങ്കിലും നന്ദുവും കൂടി അറിഞ്ഞിട്ട് വേണം ഒക്കെ. നന്ദുവിനെ അറിയിക്കണം. ലീ